ആദ്യം തന്നെ ഒരു ദൃശ്യം കാണാം. ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. മകൻ പോലീസ് ഓഫീസറാണ്. റഫീഖ് എന്നാണ് പേരെന്നാണ് ഈ ക്ലിപ്പിൽ പറഞ്ഞിരുന്നത്. അദ്ദേഹം CI ആയിരുന്നുവെന്നോ ഇനി DYSP ആയി പ്രമോഷൻ കിട്ടിയപ്പോൾ ഉമ്മയെ കാണാൻ വന്ന നിമിഷങ്ങളാണ് അതിൽ പങ്കുവച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഉമ്മ, വാപ്പ ഉപാധികളില്ലാതെ, കാരണങ്ങളില്ലാതെ, കാര്യകാരണ ബന്ധമില്ലാതെ നമ്മളെ ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ അവരാണ് ബാക്കിയുള്ളത്. ബാക്കിയുള്ളിടത്തോളം അവർക്ക് തുല്യമായി അവരുടെ ശൂന്യതയിൽ വേറൊരാളില്ല. ജീവിതത്തിൻ്റെ എത്ര നിമിഷങ്ങൾ അവരോടൊപ്പം ചേർന്ന് ഭംഗിയാക്കാനും മനോഹരമാക്കാനും കഴിയുമോ അത്രമേൽ ഭംഗിയും മനോഹരവുമാക്കുന്നിടത്താണ് അവസാനം കണ്ണ് നിറയ്ക്കുമെങ്കിലും അല്ലെങ്കിൽ തൃപ്തിയായില്ല എന്ന് തോന്നുമെങ്കിലും ഈ പറയുന്നത്രയുമെങ്കിലും നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനാവും. ജീവിതത്തിൽ ഭക്ഷണം നമുക്ക് മതിയാവും, ഏതാണ്ട് മറ്റെല്ലാ വികാരങ്ങളും മതിയാവും. പിന്നെ സമ്പത്തിനോടുള്ള ആർത്തിയാണ് മതിയാകാത്തത് എന്ന് പറയാറുണ്ട്. അത് ശരിയുമാണ്. അതിനെ നമ്മൾ ഒരു ഉപദേശ രൂപേണ പറയുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവ് സംഗതിയെ നിലനിർത്തിയാണെങ്കിൽ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് ജീവിതത്തിൽ പിന്നെ മതിയാവാത്തൊരു വികാരം അവർ മരിക്കുന്നത് വരെ അവരുടെ ഹൃദയത്തിലുണ്ടാകുന്നത് ഈ ഉപ്പയും ഉമ്മയും ഒപ്പമുണ്ടാകുന്നില്ല എന്ന ആ നഷ്ടബോധമാണ്. അത് ഊണിലും ഉറക്കത്തിലും ഉണ്ടാവും. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന ദിവസങ്ങളിലൊക്കെയും ഉണ്ടാവും. ആഘോഷ ദിവസങ്ങളിലുണ്ടാവും, ആലോചനയിലുണ്ടാവും, യാത്രയിലുണ്ടാകും, ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉണ്ടാവും. സമാന പ്രായത്തിലുള്ള മറ്റു മാതാപിതാക്കളെ കാണുമ്പോഴുണ്ടാവും. അതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും അതിങ്ങനെ അവസാനിക്കാത്തൊരു വികാരമായി ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും. അതിൽ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ തൃപ്തിയിലാണ് സ്വർഗം. അവർക്ക് നന്മ ചെയ്യലാണ് വസന്തം. അവരെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാണ് ഏറ്റവും ധന്യമായ നിമിഷം. അതിനേക്കാൾ മനോഹരമായ ഒരു നിമിഷം ഈ പ്രപഞ്ചത്തിലില്ല. അതെന്തുകൊണ്ടെന്നാൽ ഒരു അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി ഈ പ്രകൃതിയിലെ സമസ്ത സംഗീതങ്ങളെക്കാൾ, സമസ്ത നിറങ്ങളെക്കാൾ, സമസ്ത വികാരങ്ങളെക്കാൾ വല്ലാതെ ഹൃദയം തുടിച്ചു പോകുന്ന ഒരു നിമിഷമാകുന്നത് തൻ്റെ കുഞ്ഞിന് മുലയൂട്ടുന്ന ആദ്യ നിമിഷത്തിലാണ്. ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും നെഞ്ച് പിടഞ്ഞ് വല്ലാതെ ആയിപ്പോകുന്നത് ജന്മം നൽകിയ മക്കൾ മരണപ്പെടേണ്ടി വരുന്നത് കാണേണ്ടി വരുന്ന നിമിഷങ്ങളിലാണ്. പിന്നെ അവരുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാകാതിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിലും അവരെപ്പോഴും ഉണ്ടാകണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പ്രാർത്ഥന പൂർണ്ണമാകില്ലെന്ന് പ്രവാചകനാണ് നമ്മളെ പഠിപ്പിച്ചത്. അവരുടെ തൃപ്തി ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ 2ാമത്തെ ഗുണപാഠം, അങ്ങനെയുള്ള മാതാപിതാക്കളാകാൻ നമുക്കും കഴിയണമെന്നും നമ്മുടെ മാതാപിതാക്കൾ യാത്രയായതുപോലെ നമ്മളും യാത്രയായി പോകുമ്പോൾ അവശേഷിക്കുന്ന കുറേ നാളുകളെങ്കിലും ഹൃദയങ്ങളിൽ വേദനയും പ്രാർത്ഥനയും കണ്ണീരുമായി നമ്മുടെ മക്കളിലും നാം നന്മ ചെയ്തവരിലും നമ്മൾ ജീവിക്കുന്നു എന്ന, അല്ലെങ്കിൽ ജീവിക്കണം എന്നൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി. അതാണ് ശരിക്കും ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഉമ്മ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് 100 ദിവസം ഏതാണ്ട് കഷ്ടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. 100 ദിവസം പോകുമ്പോൾ 100 ഇരട്ടി ശൂന്യതയും വേദനയും വർദ്ധിച്ചിട്ടേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നു ഈ ഉമ്മയ്ക്ക് വേണ്ടി ഒരുപാട് നാൾ ഈ മകനോടൊപ്പം ഉണ്ടാവട്ടെ. എല്ലാ ഉമ്മമാരും ഉപ്പമാരും മക്കളോടൊപ്പം ഉണ്ടാവട്ടെ, സ്നേഹിക്കാനാവട്ടെ. മരിച്ചുപോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക.